Hello friends, welcome to the channel. Actually, നമ്മുടെ iOS 18.1.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സാധനം ചെയ്യാൻ മറക്കണ്ട. എന്താ വെച്ചാൽ 18.1 ചെയ്തപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ഭയങ്കര ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, ക്യാമറ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബാറ്ററി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ദിവസം മുമ്പ് നമ്മുടെ 18.1 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് കണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ബഗുകളും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഞാൻ വേറൊരു ഇഷ്യൂസും പറയാം. നമ്മുടെ നിങ്ങൾ ഐഫോൺ 15 സീരീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 15 അതുപോലെ 16 13 അങ്ങനത്തെ സീരീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ക്വാളിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ വരെ പെയിന്റ് സൂപ്പറായിട്ട് ഇളകി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിന്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ. ഇപ്പം എൻ്റെ ഇത് 6 മാസം പോലും ആയിട്ടില്ല എൻ്റെ 15. ഇതിൻ്റെ ബാക്കിലത്തെ കളർ ഇളകി പോയി തുടങ്ങി. നിങ്ങൾക്ക് നമ്മൾ കാണുന്നതായിരിക്കും ഒരു ഡോട്ട് പോലെ. അത് ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. ഈ ക്യാമറ സർക്കിളിൻ്റെ ചുറ്റും ഇത് 13 സീരീസിനൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂ അതേ സംഭവം ഇതിനും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടായിരിക്കും വെള്ള ഡോട്ടൊക്കെ വന്നിട്ടുണ്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിന് ബെറ്റർ 6 മാസം പോലും ആയിട്ടില്ല. അതും ഭയങ്കര റഫ് യൂസ് എന്ന് പറഞ്ഞാൽ സാധനമേ ഇല്ല. അതും കേസ് ഉപയോഗിച്ചിട്ട് എന്നിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത എന്താ വെച്ചാൽ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഇത്രയും വലിയ ഉടായ്പ കമ്പനി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് സെക്ഷനിൽ ഇൻഷുറൻസോ നമുക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നായിട്ട് നമുക്ക് അത് അമെക്സ് ആണ് ഇപ്പോൾ വിളിക്കുന്നത് കണ്ടു. ഞങ്ങൾക്ക് ആക്ച്വലി ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, കട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. 450 MB അതുപോലെ 500 MB 500 MB താഴേക്ക് സൈസ് വരിക. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മേജറായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ഫിക്സസും അതുപോലെ തന്നെ ഇവർ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ദിസ് അപ്ഡേറ്റ് provides important security fixes and is recommended for all users. അതായത് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ പറയണത്. നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ചിലപ്പോൾ ഡിസ്പ്ലേ അടിച്ചു പോകും. എന്നുവെച്ചാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും ഉടായ്പിൻ്റെ ശതമാനമാണ് ഇപ്പോൾ ആപ്പിൾ. അപ്പോൾ അതൊക്കെ മാത്രം നോക്കിയിട്ട് ചെയ്യാം. ഇവർ ആക്ച്വലി iOS-ന്റെ അപ്ഡേറ്റിന് കൂടെ തന്നെ എന്താ പറയുക ഐപാഡ് OS-ന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷൻ OS-ന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. വാച്ച് OS-ന് വന്നിട്ടില്ല എന്നുണ്ട്. ഞാൻ വാച്ചിൻ്റെ അൾട്രാ ടൂൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ വാച്ചിൻ്റെ ലേറ്റസ്റ്റ് OS വന്നിട്ടില്ല. മാക് OS വന്നിട്ടുണ്ട്, ഐപാഡ് OS വന്നിട്ടുണ്ട്, TV OS ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്, വിഷൻ OS-ഉം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വലിയ കാര്യമായിട്ടുള്ള വേറെ ചേഞ്ചസും സംഭവങ്ങളൊന്നും ഇല്ല. മിക്ക ഉണ്ടാകുന്ന ബഗ്ഗുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ സംഭവമൊന്നും ഇല്ല. ക്യാമറയിലും അങ്ങനെ സ്റ്റക്കും സംഭവമൊന്നും കാണാറില്ല. 18.1 അപ്ഡേറ്റിന് ശേഷം എൻ്റെ ക്യാമറ ഒടുക്കത്തെ സ്റ്റക്കായിരുന്നു. അയ്യോ, നിങ്ങൾ സുജിത് ഭക്തൻ്റെ ഒക്കെ വീഡിയോയിൽ കണ്ടായിരിക്കും. വീഡിയോ എടുക്കുന്ന നേരത്തെ ഇങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ട്. എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ സ്റ്റക്ക് ഉണ്ടാവാറുണ്ട്. അത്രയ്ക്കും എന്താ പറയുക, നമ്മുടെ 10,000 രൂപയുടെ ലോക്കൽ ചൈനീസ് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് പെടില്ലേ, അതേ സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക അപ്ഡേറ്റിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഇതിലെ ഒരു ഓവർ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഹൈലി റെക്കമെൻഡ് ആണ്. പക്ഷേ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അത്രയും നമുക്ക് പറയാനുള്ളൂ. നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നിങ്ങൾ നോക്കണം. മാക്സിമം നിങ്ങളുടെ ഈ ഡിസ്പ്ലേ അടിച്ച് പോകാണ്ടിരിക്കാൻ എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് നിങ്ങൾക്ക് എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോസ് ഉണ്ട്. അത് കാണാൻ മറക്കണ്ട. അത് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഡിവൈസുകൾക്ക് ഇഷ്യൂ വരാണ്ടിരിക്കാൻ, അതായത് അപ്ഡേറ്റ് ത്രൂ ഇഷ്യൂ വരാൻ, ഡിസ്പ്ലേ ഇഷ്യൂ ഒന്നും വരാണ്ടിരിക്കാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും ഓണത്തിൽ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്മിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിലാണ് അടുത്ത വീഡിയോ കാണാം. ബൈ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ടെലിഗ്രാം ചാനൽ കാണാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.